ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഈ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ലേഹം വരകൽ ഒരു ചടങ്ങാണല്ലോ അല്ലേ? അതുപോലെ സ്വാഭാവികമായിട്ടും ഞാനും പ്രസവിച്ച് നടന്നപ്പോൾ ലേഹം വരകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് റിച്ച് ആയിട്ടുള്ള ലേഹമായിരുന്നു കേട്ടോ. എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കലെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ കുറച്ച് നല്ല രീതിയിൽ തന്നെ ലേഹം വരകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പുറത്തുനിന്നുള്ള പൊടിക്കൂട്ടൊന്നും കൂട്ടാണ്ട് ഉള്ളിലേഹാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിനായിട്ട് ചെറിയുള്ളി 2 കിലോ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 100 ഗ്രാം തികച്ചില്ലാണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഈത്തപ്പഴം ഒരു 1/4 കിലോത്തോളം ഈത്തപ്പഴം കുരു കളഞ്ഞത് വെള്ളത്തിലിട്ട് കുതിർത്താൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ചധികം തന്നെ ഉലുവ, അത് ചിലപ്പോൾ ഒരു 100 ഗ്രാമൊക്കെ ഉണ്ടാവുമായിരിക്കുക, അതും വെള്ളത്തിൽ കുതിർത്തായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ബദാമാണ് കേട്ടോ, ഒരു 1/4 കിലോത്തോളം ബദാമും ഇട്ടിട്ട് നമ്മൾ കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ നമ്മൾ നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. ഈയിടെയായിട്ട് അധികം ഓയിലൊന്നും യൂസ് ചെയ്യാണ്ട് തേങ്ങാപ്പാൽ വെച്ചിട്ട് ലേഹം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഒന്ന് ഉണ്ടാക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എല്ലാതും അതിനെ പോലെയല്ല. അതിനായിട്ട് ഞാൻ 2 തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാനല്ല, എൻ്റെ അമ്മയായിട്ട് ഉണ്ടാക്കുന്നത്. അതിന് 2 തേങ്ങയുടെ പാലാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് അതിൽ നോർമൽ ശർക്കര അല്ല ഉപയോഗിക്കുന്നത്. അതിന് പകരം നമ്മൾ പനം ശർക്കര എന്ന് പറയുമല്ലോ, അതാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. കരിപ്പെട്ടി എന്നൊക്കെ പറയും. അപ്പം നമ്മൾ ഉലുവയും അതുപോലെ നമ്മൾ ഈത്തപ്പഴവും ഉള്ളിയൊക്കെ നമ്മൾ കുക്കറിലൊക്കെ ഒന്ന് ഇട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പം തന്നെ നമ്മൾ കരിപ്പെട്ടി ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടുപ്പത്തും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ബദാമിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലി കുതിർന്നതിന് ശേഷം നല്ലപോലെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ അതാ തേങ്ങ മുറിച്ചപ്പോൾ തേങ്ങൻ്റെ വെള്ളമൊക്കെ എനിക്ക് കുടിക്കാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ ഒരു ചടങ്ങാണ് അതും. പിന്നെ ഇതാ ഇമ്മ തേങ്ങൻ്റെ പാലൊക്കെ വേർതിരിച്ചെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യം 1-ാം പാൽ ഇങ്ങനെ കൈകൊണ്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം പിന്നെ മിക്സിയിൽ അടിച്ചിട്ട് 2-ാം പാൽ 3-ാം പാൽ അങ്ങനെയൊക്കെ മാറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാണ്ടാണ് കേട്ടോ നമുക്ക് വല്ലാണ്ട് ഓയിലൊന്നും യൂസ് ചെയ്യേണ്ടി വരാത്തത്. ഇതിലേക്ക് നമ്മൾ ജസ്റ്റ് ഒരു 3 ടീസ്പൂണോളം നെയ്യ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. നല്ല പശു നെയ്യ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതും ഒരു 3 ടീസ്പൂൺ കേട്ടോ. അവസാനമൊക്കെ ആകുമ്പോഴേക്കും ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നെ നമ്മൾ കുക്കറിൽ ഇട്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങൻ്റെ 3-ാം പാലൊക്കെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ആ വെള്ളത്തിൽ കടന്നിട്ട് അത് വെന്ത് വന്നോളും. ഏകദേശം നമ്മളൊരു 4-5 വിസിലോളം അടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അല്ല നോർമൽ നമ്മൾ സാധാ ചട്ടിയിലൊക്കെ ഇട്ട് വേവിച്ചെടുത്താലും മതിയാകും. പിന്നെ അത് ബദാമൊക്കെ തോലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 ഏലക്കായും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ശർക്കരയൊക്കെ അതുപോലെ ഉരുക്കിയെടുത്തിട്ടുണ്ട്. ശർക്കരയല്ല, നമ്മളെ കരിപ്പെട്ടിയുടെ ഉരുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ കുട്ടിക്ക് പാൽ കൊടുത്ത് വന്നപ്പോഴേക്കിനും ഇമ്മതാ വെന്ത് വന്നിട്ടുള്ള ഉള്ളിയൊക്കെ ഒരു ഇഞ്ചാലിയത്തിൻ്റെ ചട്ടിക്കിട്ടിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു ടീസ്പൂണോളം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വേണ്ടവർക്ക് നമുക്കിത് മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ നമുക്കൊന്ന് കടിക്കാനൊക്കെ കിട്ടും. അതായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അരക്കാണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പൊതുവേ എനിക്ക് ലേഹത്തിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പാലിലേക്ക് നമ്മൾ ഈ കുങ്കുമം 2 പിടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പ്രഗ്നൻസി ടൈമിൽ വാങ്ങിച്ച് വെച്ചിട്ടുള്ള കുങ്കുമാണ്. അപ്പോൾ അത് നമ്മൾ ലേഹത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ബദാമും ആ തേങ്ങാപ്പാലിലേക്ക് ഒന്ന് ജസ്റ്റ് മിക്സ് ആക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ലേഹത്തിന്റെ കൂട്ട് ഇതാ നല്ലപോലെ തിളച്ച് വറ്റി വരുന്നുണ്ട് കേട്ടോ. നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കാത്തത് നമ്മൾ ചട്ടിക്ക് വലിയ വലിപ്പമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ബദാമും അതുപോലെ തേങ്ങാപ്പാലിൽ കലക്കിയിട്ട് നമ്മൾ ഇത് അതിലേക്ക് ഇങ്ങനെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അത് വറ്റുന്നതിനനുസരിച്ചിട്ടാണ് കേട്ടോ ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് വലിയ സീനില്ല കേട്ടോ. ഇനി കുറച്ചും കൂടെ തിളച്ച് മുറുകി വരുന്ന സമയത്ത് ഇത് പൊട്ടിത്തെറിക്കാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ കൈമക്കൊക്കെ തെറിച്ചാൽ നല്ല പൊള്ളലായിരിക്കും കേട്ടോ. അങ്ങനെ വറ്റുന്നതിനനുസരിച്ചിട്ട് കുറച്ചായിട്ട് തേങ്ങാപ്പാൽ മിക്സ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചും കൂടെ വറ്റി വന്നപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കരിപ്പെട്ടി ഉരുക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഫുള്ളായിട്ട് ഒറ്റയ്ക്ക് ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ചട്ടിയിൽ സ്ഥലമല്ല. അപ്പോൾ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് അത് നല്ല പോലെ ഇളക്കി വറ്റിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതാ ശർക്കരയൊക്കെ ഒഴിക്കൽ കഴിഞ്ഞിട്ട് വറ്റി വന്നപ്പോൾ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ തേങ്ങയുടെ 1-ാം പാലാണ് കേട്ടോ. അങ്ങനെ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് നല്ല പോലെ പൊട്ടിത്തെറിക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ചട്ടീൻ്റെ 4 പുറം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല പോലെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ടീസ്പൂണോളം നെയ്യാണ് കേട്ടോ. 1 ടീസ്പൂണുമ്പോൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-ാമത്തെ ടീസ്പൂൺ കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ പൊട്ടിത്തെറിക്കണ കാരണം നമ്മൾ കൈമ കവറൊക്കെ കെട്ടിയിട്ടാണ് കേട്ടോ ഇളക്കിയും കൊണ്ടിരുന്നത്. പിന്നെ എപ്പോഴോ കുട്ടി കരഞ്ഞപ്പോൾ ഞാൻ പോയിട്ട് കടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓൾ ഉറങ്ങിയപ്പോൾ ഞാനും ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ വന്ന് നോക്കുമ്പോൾ അത് അമ്മ ലേഹമൊക്കെ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഓരോരോ കുപ്പികളിലാക്കണം. എനിക്ക് പിന്നെ ഇഷ്ടമുള്ള സാധനം ആവുകൊണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ചെടുത്തിട്ട് അങ്ങോട്ട് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അനാവശ്യമായിട്ടുള്ള മരുന്നുകളും അതുപോലെ കൂടുതൽ എണ്ണമൊഴുക്കൊന്നും ചേർക്കാണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലേഹമാണ് കേട്ടോ. ഇത് ഡെലിവറി കഴിഞ്ഞവർക്ക് മാത്രമല്ല എല്ലാവർക്കും നന്നായിട്ട് കഴിക്കാം കേട്ടോ.